നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ആറ്റംബർഗിൻ്റെ ഒരു BLDC ഫാനാണിത്. അപ്പോൾ ഇതിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് വർക്കാവുന്നില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കുക? ഇതിനകത്ത് സാധാരണ ഫാനുകൾക്കൊക്കെ ആണെങ്കിൽ കോയിൽ, കപ്പാസിറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർമലായിട്ട് കംപ്ലൈൻറ്റ്, മറ്റൊന്നുമില്ല ഇതിനകത്ത് വരിക. ഒന്നുകിൽ കോയിൽ അല്ലെങ്കിൽ കപ്പാസിറ്റർ, പിന്നെ ബെയറിംഗ്, ഇത്രയും മാത്രമേ ഇതിന് പ്രശ്നം വരിക. പക്ഷേ BLDC ഫാനുകൾക്ക് ആകുമ്പോൾ അതിനകത്തൊരു PCB വരും. ഇതാണ് അതിൻ്റെ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് വരുന്നത്. അപ്പോൾ ഈ ബോർഡിന് മറ്റു വേറെ കോയിലൊന്നും ഒരിക്കലും അങ്ങനെ സാധ്യതയില്ല കോയിൽ കംപ്ലൈൻറ്റ് വരാൻ, കോയിൽ കത്തിപ്പോകുന്ന അവസ്ഥയൊന്നും. അതിന് മുമ്പ് ഈ ബോർഡാണ് വരിക. ഈ DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ ഫാനുകളൊക്കെ ആണെങ്കിൽ AC-യിലാണ് വർക്ക് ചെയ്യുക, AC സപ്ലൈ ആണ്. അപ്പോൾ AC ആകുമ്പോൾ അത് ഹീറ്റ് ആവും, അങ്ങനെ ലോസ് വരും. ഒരു 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ നോർമൽ ഫാൻ നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കാൻ പറ്റില്ല, അത്രയും ചൂടായിരിക്കും. പക്ഷേ BLDC ഫാനുകളൊക്കെ ആണെങ്കിൽ എത്ര നേരം ഓടിയാലും ചൂടുണ്ടാവില്ല. അതിൻ്റെ കാരണം ലോസ് ഇല്ല. അതുകൊണ്ടാണ് അതിൻ്റെ കറണ്ട് ബില്ല് കുറയണമെന്ന് പറയാൻ കാരണം, അത് ഹീറ്റായിട്ടാണ് ലോസ് ആവുന്നത്. ആ ഹീറ്റ് ഉണ്ടാകുന്നില്ല, എത്ര ഓടിയാലും ഹീറ്റ്. അതപ്പോൾ DC ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് AC സപ്ലൈ ആണെങ്കിലും അത് DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ കോയിലിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് കറണ്ടിൻ്റെ എന്ത് പ്രോബ്ലം, ഇടിവെട്ട് എന്തൊക്കെ വന്നാലും കോയിലിലേക്ക് ഡയറക്റ്റ് ചെല്ലില്ല. അതുകൊണ്ട് ഇതിന് കോയിൽ കത്തിപ്പോകുന്ന ഒരു വിഷയം 99% സംഭവിക്കില്ല. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബോർഡുണ്ട്. ഇതാണ് ഈ ഫാനിൻ്റെ ബോർഡാണ്. ഇതിപ്പോൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ബോർഡ് എങ്ങനെ മാറ്റാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഇപ്പോൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫാൻ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കറണ്ടിൽ. ഇതിപ്പോൾ ഓണാക്കിയാലും ഇതിപ്പോൾ റിമോട്ടിൽ ഓൺ ആക്കുന്നുണ്ട്, പക്ഷേ ഇത് കറങ്ങുന്നില്ല. ഇതിൻ്റെ ഇവിടെ LED നോക്കിയാൽ ഇതിങ്ങനെ വെറുതെ ബ്ലിങ്ക് ചെയ്യാണ്, ഓണും ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഇത് ഓൺ ആവും, വർക്ക് ചെയ്യുമ്പോൾ അത് ഓഫ് ആവുകയാണ് ചെയ്യുക, പിന്നെ ഫാൻ കറങ്ങുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് കറങ്ങുന്നില്ല. ഇതിങ്ങനെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോടെ ഓൺ ഓഫ് ആയിക്കൊണ്ടേയിരിക്കുക, അത് കറങ്ങുന്നില്ല. അപ്പോൾ ഇതിൽ മറ്റൊരു കംപ്ലൈൻറ്റും സാധാരണ ഇതിൽ വരില്ല. അത് ഈ ഒറ്റ ബോർഡ് തന്നെയാണ്, കംപ്ലീറ്റ് കൺട്രോൾ ഈ ബോർഡിൽ തന്നെയാണ്. അപ്പോൾ ഈ ബോർഡ് മാറ്റി അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും BLDC ഫാനുകൾക്ക് എല്ലാറ്റിലും ഈ ബോർഡ് മാറ്റി തന്നെയേ ഉള്ളൂ പരിഹാരം. അപ്പോൾ ബോർഡ് റിപ്പയറിങ് ഇപ്പോൾ അത്രയും ലഭ്യമായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ബോർഡുകൾ ചേഞ്ച് ചെയ്യാണ്. ഇത് ആറ്റംബർഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എഫീഷ്യോ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ആറ്റംബർഗിൻ്റെ എഫീഷ്യോ ബേസ് മോഡൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ കണക്ടർ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റണം. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ, 2 വയർ. സാധാരണ നോർമൽ ഫാനിൽ 3 വയർ വരും അകത്തുനിന്ന്, ഇവിടെ 2 വയറാണ് വരും. പിന്നീടാണ് ഇത് ഈ ബോർഡിൽ നിന്നാണ് പിന്നെ അത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇതിലേക്ക് 2 വയർ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് കപ്പാസിറ്റർ ഒന്നും കാണില്ല. സാധാരണ ഫാനുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ കപ്പാസിറ്റർ വീക്കായിട്ട് പിന്നെ ഫാൻ സ്പീഡ് കുറഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കപ്പാസിറ്റർ വീക്കായിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഓടാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് അങ്ങനെയൊന്നും വരില്ല. എത്ര കാലം കഴിഞ്ഞാലും സ്പീഡൊന്നും വ്യത്യാസം വരില്ല, ഒരേ സ്പീഡ് തന്നെയായിരിക്കും. വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഒരേപോലെ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അത് ഓടുകയില്ല, അങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ ഇങ്ങനെ ഈ 2 കണക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡസ്റ്റ് ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് മാറ്റി. ഇവിടെ 3 സ്ക്രൂ ഉണ്ട്. ഈ 3 സ്ക്രൂ തുറന്നാൽ നമുക്ക് ഇത് ഫാൻ ഓപ്പൺ ആയി കിട്ടും. ഈ സ്ക്രൂ ഇവിടെ നമുക്ക് അഴിച്ചെടുക്കണം. ഇത് 3 അഴിച്ചാൽ തന്നെ ഇത് ലൂസായി വരും. സ്ക്രൂകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെറുതെ ഒന്ന് തുറന്നെടുക്കാം. സാധാരണ BLDC ഫാനുകൾ അതിങ്ങനെ ഓവർ ടൈറ്റ് ഉണ്ടാവാറില്ല, ഒരു മീഡിയം ടൈറ്റിൽ തന്നെയാണ് ഇവർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വയർ നമ്മൾ ഈ ഗാഡി കൂടെ എടുത്ത് പുറത്തേക്ക് അല്ലെങ്കിൽ കട്ടായി പോകും. അപ്പോൾ വയറൊക്കെ മുറിയാതെ നമ്മളിങ്ങനെ തുറന്നെടുക്കാം. ഇതിൻ്റെ ബെയറിങ് ഇതിനകത്ത് വരും, ഒരു ബെയറിങ് അടിയിലും. സാധാരണ നോർമൽ ഫാനിൻ്റെ സെയിം തന്നെയാണ്. ഇതിൻ്റെ ഈ 2 വയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കോയിൽ വരുന്നത്. ഈ കോയിലിലേക്ക് 3ആയിട്ട്, ഈ ബോർഡിൽ നിന്ന് 3ആയിട്ട് പോകുന്നത്. ഇതുകൊണ്ട് ഈ നമ്മുടെ മെയിൻ കൊടുക്കുന്ന ഈ വയർ 2 ഇതാണ്. ഇവിടുന്ന് പിന്നെ കണക്ടർ വഴി ഇവിടുന്ന് 3ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഇതാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഈ വയറിനെ നമുക്ക് പതുക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് ഡാമേജ് ഇല്ലാണ്ട് പതുക്കെ താഴോട്ട് എടുക്കാം. ഇങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ ഇവിടെ 3 ഇത് വരുന്നുണ്ട്. അതൊരു കണക്ടറാണ് ഇത് വരുന്നത്, ഇത് സ്ക്രൂ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ നമുക്കിങ്ങനെ ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ലോക്ക് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ അഴിഞ്ഞു വരും.
അപ്പോൾ ഈ കണക്ഷൻ എല്ലാം വിട്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ LED ഇവിടെ റിമോട്ടിൻ്റെ സെൻസർ വരുന്നുണ്ട്, അതിൻ്റെ കണക്ഷനാണ് ഈ താഴോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ടർ പതുക്കെ നമ്മളിന്ന് ഡാമേജ് ഇല്ലാണ്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഊരിയെടുക്കുക. ഈ കണക്ടറും കൂടെ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് ഫ്രീ ആയി. ഇനി ഇവിടെ 2 സ്ക്രൂ ആണുള്ളത്, ഇതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ 2 സ്ക്രൂവും കൂടി അഴിച്ചാൽ നമുക്ക് ഈ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ 2 സ്ക്രൂ ഇതിൻ്റെ അഴിച്ചെടുത്താൽ ഇതിപ്പോൾ ഈ ബോർഡ് നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇത് ഇതിൻ്റെ പഴയ ബോർഡാണ്. മാറ്റി നമുക്ക് ഇനി പുതിയ ബോർഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സെപ്പറേറ്റർ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കോയിൽ വരുന്നത്. ഇതൊക്കെ ഇത്തിരി വലിയ, സാധാരണ ഫാനിനാകുമ്പോൾ ഇത്ര വണ്ണം ഉണ്ടാവില്ല, കമ്പി കനം കുറഞ്ഞ കമ്പിയാണ്. ഇത് ഇത്തിരി തിക്കായ കമ്പിയാണ് വരുന്നത്. ഇതിൻ്റെ വൈൻഡിങ്ങും വ്യത്യാസമുണ്ട്, സാധാരണ ഫാനിൻ്റെ സെയിം ടൈപ്പ് വൈൻഡിങ് അല്ല വരുന്നത്. ഇതാണ് ഒരു നോർമൽ ഫാനിൻ്റെ, നോർമൽ BLDC അല്ലാത്തൊരു ഫാനിൻ്റെ കോയിൽ വൈൻഡിങ് ഇങ്ങനെയാണ് വരിക. ഇത് BLDC ഫാനുകൾക്കുള്ള വൈൻഡിങ്ങും സെപ്പറേറ്റ്. ഇത് DC ആണ്, ഇതിനകത്ത് മാഗ്നറ്റ് ഒക്കെ ഉള്ളതാണ് ഇത്. പക്ഷെ ഇതിന് നോർമലിൽ മാഗ്നറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ DC ആയതുകൊണ്ടാണ് ഇവിടെ മാഗ്നറ്റ് കോറൊക്കെ വരുന്നത്. അപ്പോൾ ഈ സെപ്പറേറ്റ് വ്യത്യാസം മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് BLDC ഫാനുകൾക്കെല്ലാം വൈൻഡിങ് ഈ ടൈപ്പ് ആയിരിക്കും. ഇത് നല്ല ഗേജുള്ള വണ്ണം കൂടിയ കമ്പികളാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, വളരെ നൈസ് കമ്പികളാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ കോയിലൊക്കെ പെട്ടെന്ന് പോകാൻ ചാൻസ് കൂടുതലാണ്. നേരിട്ട് AC കറണ്ട് ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ എന്തെങ്കിലും ഇടിവെട്ടോ ഹൈ വോൾട്ടേജ് ഒക്കെ വന്നാൽ പെട്ടെന്ന് ഈ കോയിൽ കത്തിപ്പോകും. പക്ഷേ ഇതിലേക്ക് അങ്ങനെ കോയിൽ കത്തില്ല, കാരണം ഇതിലേക്ക് നേരിട്ട് കറണ്ട് ഒരിക്കലും വരില്ല. DC കൺട്രോൾ ചെയ്ത കറണ്ട് DC വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോയിൽ പോകാനുള്ള ഒരു ചാൻസേ ഇല്ല. ബോർഡും കംപ്ലൈൻറ്റ് വരും. ബോർഡ് മാറുമ്പോൾ അത്യാവശ്യം ചിലവുണ്ട് താനും. ഇതിൻ്റെ ഈ സെപ്പറേറ്റർ എടുത്ത് അതേ പൊസിഷനിൽ തന്നെ തിരിച്ചു വയ്ക്കുക. നമ്മൾ എന്ത് അഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ആയിരിക്കണം ചെയ്യുന്നത്, പൊസിഷൻ മാറാതെ. ഓക്കെ, ഇതിപ്പോൾ പുതിയ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടത്തി വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കണക്ടർ വരും. ഇതിൻ്റെ 2 സ്ക്രൂ ആണുള്ളത്. ഈ പൊസിഷനിൽ വന്നാൽ ലോക്കാവും. ഇതിങ്ങനെ വന്നാൽ ഇത് ഓക്കെ ഉണ്ട്. ഇനി ഈ 2 സ്ക്രൂ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇത്ര ഇതിൽ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കണക്ടർ വീണ്ടും ഡാമേജ് ഒന്നും വരാണ്ട് വളരെ ശ്രദ്ധിച്ച്, ഇതിൻ്റെ റിമോട്ട് സെൻസറും LED-ക്കുള്ള കണക്ഷനാണിത്. പിന്നെ ഈ 3 വയർ ഇവിടെ കളർ മാർക്കിംഗ് ഉണ്ട്, RYB. ഇത് റെഡ്, യെല്ലോ, ബ്ലൂ തന്നെ. ഇതിലേക്ക് കോയിലേക്ക് 3 വൈൻഡിങ് പോകുന്നുണ്ട്. ഇതിപ്പോൾ മറ്റേ നോർമൽ ഫാൻ ആയാലും അതിലും RYB ഇങ്ങനെ 3 വൈൻഡിങ്, 2 സെറ്റ് കോയിലാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് DC ആയിട്ട് വരുന്നതുകൊണ്ട് ഇതിന് 3 വയർ തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഈ ബോർഡിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റേതിൽ അങ്ങനെയല്ല, കപ്പാസിറ്റർ വഴി നമ്മൾ 2 ഫേസ് ആക്കി മാറ്റുകയാണ്, 2 സെപ്പറേറ്റ് ലൈനാക്കി. അത് കപ്പാസിറ്റർ ആണ് ചെയ്യുന്നത്. ഇതിന് പകരം ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ഷൻ ഈ റെഡിൽ ഇവിടെ കളർ കോഡിങ് ഉണ്ട്. അപ്പോൾ അത് മാറാതെ അതേ പോയിന്റിൽ തന്നെ വെക്കണം. ഇതൊന്ന് ലോക്ക് പ്രസ് ചെയ്ത് പിടിക്കാം. പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വിട്ടാൽ അത് ലോക്കായി. അപ്പോൾ ഇതിൻ്റെ ഈ 3 കണക്ഷനും ഇവിടെ കറക്റ്റായിട്ട് ആ കളർ മാറിപ്പോകാതെ കൊടുക്കണം. റെഡും യെല്ലോ, ബ്ലൂ ഇങ്ങനെ. അപ്പോൾ യെല്ലോയ്ക്ക് പകരം ഇവിടെ ബ്ലാക്ക് ആണ്. അപ്പോൾ അത് തെറ്റാതെ കൊടുക്കുക. പിന്നെ ഈ 2 വയർ നമ്മൾ ഇതിനകത്തോടെ എടുത്തിട്ടുണ്ട് പുറത്തേക്ക്. ഇനി നമുക്ക് ഈ ക്യാപ്പ് അടയ്ക്കാം. അപ്പോൾ ഒന്ന് ഫിറ്റ് ചെയ്യണതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഈ ബയറിങ്ങിൽ വല്ല സൗണ്ടോ എന്തെങ്കിലും സ്മൂത്ത് അല്ലേ എന്ന് നോക്കുക. നല്ല സ്മൂത്ത് ആണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ താഴെയുണ്ട് ബയറിങ്, അത് നോക്കുക. പിന്നെ നമുക്ക് ഈ കവർ ഇങ്ങനെ അടയ്ക്കാം. ഈ 2 വയർ കറക്റ്റ് ഡാമേജ് ഒന്നും വരാണ്ട് സെൻറ്ററിൽ കൂടെ വരികയാണ് വേണ്ടത്. പിന്നെ ഇത് അടയ്ക്കണതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഹോള് മാച്ച് ആവുന്ന രീതിയിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത്രേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 സ്ക്രൂ ഫിറ്റ് ചെയ്യണം. ഡസ്റ്റ് ക്യാപ്പ്, കണക്ടർ ഇത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പഴയ ബോർഡ്, ഇതാണ് പഴയ ബോർഡ് മാറ്റി ഇപ്പോൾ പുതിയ ബോർഡ് ഇട്ടിട്ടുണ്ട്. കണക്ഷനുകളെല്ലാം കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം ഇനി. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് അപ്പോൾ നമ്മൾ താഴെ വീഴാണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ താഴെ കയ്യിൽ നിന്ന് വീണ് പോകും. അപ്പോൾ വെച്ച് നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കാം. BLDC ഫാനുകളൊക്കെ വളരെ സ്ലോവിലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനീഷ്യൽ ടോർക്ക് വളരെ കുറവ്. സാധാരണ ഫാനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡാവും. ഇപ്പോൾ BLDCകളൊന്നും അങ്ങനെയില്ല. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഇതെന്ത് പതുക്കെ തരികയാണ്, സ്പീഡില്ല എന്നൊക്കെ തോന്നും. പക്ഷെ കാറ്റിനൊന്നും കുറവ് വരില്ല. അത് വളരെ പെട്ടെന്ന് ഇതാകുമ്പോഴാണ് കറണ്ട് ചിലവൊക്കെ കൂടുന്നത്. അപ്പോൾ വളരെ സ്ലോവിൽ ഇങ്ങനെ എടുക്കുമ്പോൾ കറണ്ട് അതുകൊണ്ട് അധികം കറണ്ട് ചിലവ് വരുന്നില്ല. പിന്നെ വേസ്റ്റേജും അങ്ങനെ വരുന്നില്ല, ഹീറ്റായി പോകുന്നില്ല. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ 5ാമത്തെ മോഡൽ, ഇതിപ്പോൾ 2ലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ 5-ലിട്ടുണ്ട്. ഇത് ശരിക്കും റൺ ആവുന്നുണ്ട്, ഇതിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ തീർന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് എത്ര സ്പീഡ് ഉണ്ടെന്നൊന്ന് നമുക്കിതിൻ്റെ
ഓരോ ഇതിലും സ്പീഡ് അത്രയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട്, അപ്പോൾ സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു RPM ഗേജ്, യൂണിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു RPM ഗേജ് ഉണ്ട്. ഇത് കൗണ്ടിങ്ങിനും പറ്റും, നമുക്ക് RPM ചെക്ക് ചെയ്യാൻ. രണ്ട് ഫംഗ്ഷൻ ഉള്ളതാണ് ഇത്. യൂണിറ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കിതിൽ എത്ര RPM-ലാണ്, നോർമൽ ഫാനിനേക്കാളും എപ്പോഴും BLDC കുറച്ച് RPM കുറവ് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും കാറ്റിന് വലിയ കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് സെൻസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കിംഗ് വേണം. അതിനുവേണ്ടി ഞാൻ ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു റൊട്ടേഷൻ ആയി എന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കിംഗ്. മുകളിൽ പിന്നെ ഒരുപാട് സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് സെൻസ് ചെയ്യുമ്പോൾ തെറ്റായിട്ട് റീഡിങ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സൈഡിൽ മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ട് ഒരു ബ്ലാക്ക് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓരോ റൗണ്ട് വന്നതിന് തിരിച്ചറിയാൻ എളുപ്പത്തിനാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫാൻ 5-ലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ 5-ൽ ഓണായിട്ട് 5-ൽ എത്ര, 5 പിന്നെ ഒരു ബൂസ്റ്റ് മോഡ്, അങ്ങനെ 6 സ്പീഡാണ് ഈ ആറ്റംബർഗിൻ്റെ ഈ ഫാനിനുള്ളത്. അപ്പോൾ നമുക്ക് 5-ൽ എത്രയുണ്ട്, 1-ലും 3 സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തിരി കുറച്ച് സമയം എടുക്കും ഒന്ന് സ്പീഡായി ശരിക്കുള്ള ഫുൾ സ്പീഡിൽ എത്താൻ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്പീഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത്, ഇത് ലേസറാണിത്, ലേസർ ലൈറ്റിലാണ് ഇത് റീഡിങ് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള സ്പീഡ്. 271, 270 RPM ആണ് ഏകദേശം. 200 ഇളകാണ്ട് പിടിച്ച 277 RPM കാണുന്നുണ്ട്, 280. ഇതാണ് ഇതിൻ്റെ RPM വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബൂസ്റ്റ് മോഡും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ 6ാമത്തെ സ്പീഡ്. ഇത് ബൂസ്റ്റ് മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ എത്രയുണ്ട് എന്ന് നോക്കാം. ,330 RPM ആണ് ഈ കാണുന്നത്. ബൂസ്റ്റ് മോഡൽ ഇതിന് 330. നോർമൽ ഫാനെങ്കിൽ ഒരു 416, 430, 460 RPM ഒക്കെ വരും. BLDCക്ക് അത്ര അധികം സ്പീഡ് വരില്ല. അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് മോഡ് ഇടുകയാണെങ്കിൽ വളരെ സ്ലോയിലാണ് കറങ്ങുക. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ സ്ലോയിലാണ് കറങ്ങുക. ഇതാണ് ഫസ്റ്റ് മോഡിൻ്റെ സ്പീഡ് വരുന്നത്. ,101 RPM, 100 RPM, 101 RPM ആണ് ഫസ്റ്റ് മോഡിൻ്റെ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. 101 RPM-ഉം ബൂസ്റ്റിൽ 6ാമത്തെ സ്പീഡിൽ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഫാനുകൾ കറങ്ങുന്നതല്ല, അതിന് മോട്ടറിൻ്റെയൊക്കെ ഹൈ സ്പീഡ് ഇതാണെങ്കിലും നമ്മൾ വലിയ മോട്ടറുകളിലൊക്കെ സ്പീഡൊക്കെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. RPM ഗേജാണ്. അതുപോലെ എത്ര പ്രാവശ്യം കറങ്ങിയെന്ന റൊട്ടേഷനും നമുക്ക് എത്ര കൗണ്ടിങ് ആയെന്നും ഇതിൽ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ബൂസ്റ്റ് മോഡാണ്. ,377 RPM ആണ് ഈ കാണുന്നത്. 377 RPM ബൂസ്റ്റ് ഏറ്റവും കൂടുതലും നേരത്തെ ഫസ്റ്റ് മോഡും കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.